ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. പ്രദോഷം വരുന്നുണ്ട്, ശനി പ്രദോഷം. വളരെ വളരെ വിശേഷപ്പെട്ട പ്രദോഷമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ശനിയാഴ്ചയും പ്രദോഷവും കൂടി ചേർന്ന് വന്നിരിക്കുന്നു. നമുക്കറിയാം, മഹാദേവനെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച എന്ന ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ശനിദോഷം അനുഭവിക്കുന്ന എല്ലാവരും തന്നെ മഹാദേവനെ പ്രാർത്ഥിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥനയിലൂടെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. ത്രയോദശി തിഥിയിലാണ് സാധാരണയായി പ്രദോഷം ആചരിക്കുന്നത്. 2025 ഒക്ടോബർ മാസം 4-ാം തീയതി വൈകുന്നേരം 5:09 മുതൽ 2025 ഒക്ടോബർ മാസം 5-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3:03 വരെയാണ് ത്രയോദശി തിഥി ഉള്ളത്. അതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്ത് ത്രയോദശി വരുന്ന ഒക്ടോബർ മാസം 4-ാം തീയതി ശനിയാഴ്ചയാണ് നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രദോഷവ്രതം ആചരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി ശാശ്വതമായ ഒരു സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രദോഷം ആചരിക്കുന്നത്. മഹാദേവനെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയും പ്രദോഷവും കൂടി വന്നിരിക്കുന്ന ഈ ദിവസം വളരെ വളരെ ശ്രേഷ്ഠമാണ്. ശനി പ്രദോഷത്തെ പറ്റി ശിവപുരാണത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഉജ്ജയിനി എന്ന നഗരത്തിൽ ഒരു അമ്മയും ഒരു കുട്ടിയും താമസിച്ചിരുന്നു. അവിടുത്തെ രാജാവായിരുന്നു ചന്ദ്രസേനൻ. ഈ ചന്ദ്രസേനൻ എന്ന രാജാവ് വലിയ ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കലൊരു ദൈവദൂതൻ ഒരു രത്നം സമ്മാനിക്കുകയും ആ രത്നം സ്വീകരിച്ചതിനു ശേഷം ഈ രാജാവിന് വലിയ സമ്പത്തുണ്ടാവുകയും ചെയ്തു. ഈ ചിന്താമണി എന്ന രത്നം സൂര്യനു തുല്യം ശോഭിക്കുന്ന ഒരു രത്നമായിരുന്നു. ആഗ്രഹിക്കുന്നതെന്തും നൽകാൻ കഴിവുള്ള ഒരു രത്നമായിരുന്നു ഈ ചിന്താമണി എന്ന രത്നം. ഈ രത്നത്തിൻ്റെ ശോഭ ഏതു വസ്തുവിലാണോ പതിക്കുന്നത് ആ വസ്തു സ്വർണമായി മാറും എന്നുള്ളതാണ് ഈ രത്നത്തിൻ്റെ പ്രത്യേകത. പക്ഷെ രാജാവ് അതിലൊന്നും അഹങ്കരിച്ചില്ല. അദ്ദേഹം പൂർണ്ണമായ ഒരു ശിവഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ ഒരു അമ്മയും കുട്ടിയും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഈ രാജാവ് ശിവപൂജ ക്ഷേത്രത്തിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ അമ്മയും കുട്ടിയും ആ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ഈ കുട്ടിയെ കൊണ്ട് അമ്മ അവിടെ പൂജകൾ ചെയ്യിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കുട്ടി അവിടെ പൂജ ചെയ്യുന്നതെല്ലാം കണ്ടുപഠിച്ചു. അതിനുശേഷം ഇവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഈ അമ്മ തൻ്റെ ജോലികളിൽ വ്യാപൃതയാവുകയും ആ സമയത്ത് ഈ കുട്ടി ഈ ക്ഷേത്രത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ അനുകരിക്കാൻ തുടങ്ങുകയും ചെയ്തു. മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കുകയും ഇലകളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് പൂജിക്കുകയും മണ്ണുകൊണ്ട് നൈവേദ്യം ഉണ്ടാക്കി സമർപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഈ കുട്ടി. ഈ കുട്ടി അങ്ങനെ കളിക്കുകയാണ്. അമ്മ കുറച്ചു കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുട്ടി കളിക്കുന്നു. അമ്മ വന്ന് കുട്ടിയെ ആഹാരം കഴിക്കാനായിട്ട് വിളിച്ചു. പക്ഷെ ഈ കുട്ടി വന്നില്ല. അമ്മ നോക്കുന്ന സമയത്ത് ഈ കുട്ടി കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ധ്യാനിക്കുകയാണ്. എന്തൊക്കെയോ നാമങ്ങളൊക്കെ ജപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മ വിചാരിക്കുന്നുണ്ട് കുട്ടി കളിക്കുകയാണ്. വീണ്ടും വീണ്ടും വിളിച്ചു. പക്ഷെ കണ്ണടച്ചിരുന്ന് ഈ കുട്ടി ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ദേഷ്യം വന്നിട്ട് ഈ അമ്മ ഒരു അടി കൊടുത്തു ഈ കുട്ടിക്ക്. എന്നിട്ടും ഈ കുട്ടി കണ്ണു തുറന്നില്ല. അവസാനം ദേഷ്യം കൂടുതലായിട്ട് വന്നിട്ട് ഈ അമ്മ ഈ കളിച്ചുകൊണ്ടിരുന്ന ഈ സാധനങ്ങളെല്ലാം, അതായത് ശിവലിംഗം, പൂജാ സാധനങ്ങൾ, ഇതെല്ലാം തട്ടിക്കളഞ്ഞു. അതോടുകൂടി എന്നിട്ട് അടിക്കുകയും ചെയ്തു ഈ കുഞ്ഞിനെ. അതോടുകൂടി ഈ കുട്ടിക്ക് ബോധം വരികയും കുട്ടി നോക്കുമ്പോൾ തൻ്റെ
പൂജാ സാധനങ്ങളെല്ലാം അമ്മ തട്ടിമറിച്ച് ഇട്ടതായിട്ടാണ് കാണുന്നത്. അതോടുകൂടി ഈ കുട്ടി മഹാദേവനെ വിളിച്ച് കരഞ്ഞു കരഞ്ഞ് ബോധം കെട്ട് പോയി നിലത്ത് വീഴുകയും ചെയ്തു. അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അമ്മ എന്ത് ചെയ്തു? തിരിച്ച് മുറിക്കകത്തേക്ക്, അവരുടെ വീട്ടിനകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിന് ബോധം വരികയും ബോധം തെളിഞ്ഞ് ഈ കുഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ തൻ്റെ ആ പാവപ്പെട്ട വീട്, താനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്, വലിയ സമ്പത്തൊന്നുമില്ല, പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ കൊച്ചു കുടിലിന് പകരം ഒരു മനോഹരമായ സ്വർണ്ണഗൃഹമാണ് കാണാനായിട്ട് സാധിച്ചത്. ഓരോ തൂണും, ആ ഗൃഹത്തിലെ ഓരോ തൂണും രത്നം പതിപ്പിച്ച് നല്ല ഭംഗിയായി അലങ്കരിച്ചായിരുന്നു ആ ഗൃഹത്തിലെ ഓരോ തൂണും ചെയ്തിരുന്നത്. അങ്ങനെ വളരെ മനോഹരമായ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടായിരുന്നു ഈ കുഞ്ഞിന് കാണാനായിട്ട് സാധിച്ചത്. അതുകൂടാതെ ആ വീടിൻ്റെ മുമ്പിലായിട്ട് മഹേശ്വരൻ്റെ ഒരു രൂപം, ഒരു ശിവലിംഗം, അതും അവിടെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കുട്ടിക്ക് മനസ്സിലായി ഇതെല്ലാം തന്നത് ദയാലുവായ മഹേശ്വരനാണ് എന്ന് ഈ കുട്ടിക്ക് മനസ്സിലായി. അങ്ങനെ ഈ കുട്ടി ആ ശിവലിംഗത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, പരമേശ്വര, എൻ്റെ അമ്മ ചെയ്ത എല്ലാ അപരാധങ്ങളും അങ്ങ് ക്ഷമിക്കണമേ. അമ്മ അറിവില്ലാതെ ചെയ്തു പോയതാണ്, അമ്മയുടെ തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞ് കരഞ്ഞ് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഈ കുട്ടി ശിവപൂജയൊക്കെ ചെയ്തു. അതിനുശേഷം ഈ കുട്ടി വീടിനകത്തേക്ക് കയറിപ്പോയി. വീടിനകത്തേക്ക് കയറി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, ഒരു കനകനിർമ്മിതമായ കട്ടിലിൽ തൻ്റെ അമ്മ ഒരു രാജകുമാരിയെ പോലെ അല്ലെങ്കിൽ ഒരു രാജമാതാവിനെ പോലെ കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. കുട്ടി അടുത്തു ചെന്ന് അമ്മയെ വിളിച്ചുണർത്തി. അപ്പോഴാണ് അമ്മ ഉണരുന്നത്. അമ്മ നോക്കുമ്പോൾ ആകപ്പാടെ തൻ്റെ ഗൃഹത്തിനും തനിക്കുമൊക്കെ വലിയ മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകുന്നു ഇതെല്ലാം തൻ്റെ കുഞ്ഞിൻ്റെ ഭക്തി കൊണ്ട് ലഭിച്ചതാണ് എന്ന് ആ അമ്മയ്ക്ക് മനസ്സിലാകുന്നു. അതോടുകൂടി കുഞ്ഞിൻ്റെ ആ ഭക്തിയിൽ അമ്മയ്ക്ക് വലിയ വിശ്വാസമാവുകയും അവർ രണ്ടുപേരും കൂടി ശിവപൂജയിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ വിവരം രാജാവ് അറിയുന്നു. അങ്ങനെ രാജാവ് പെട്ടെന്ന് തന്നെ ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി മന്ത്രിമാരോടുകൂടി ഈ കുഞ്ഞിൻ്റെ ഗൃഹത്തിലെത്തുകയും ആ കുഞ്ഞിൻ്റെ ശിവഭക്തിയിൽ എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്തു. പിന്നീട് അവിടെ ഒരു വലിയ ശിവക്ഷേത്രം രാജാവ് പണി കഴിപ്പിച്ചു കൊടുക്കുകയും ഈ കുട്ടിക്ക് ധാരാളം രത്നങ്ങളും ആഭരണങ്ങളുമൊക്കെ രാജാവിൻ്റെ വകയായി സമ്മാനവും കൂടി കൊടുത്തു. അങ്ങനെ എല്ലാവരും സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് അവിടെ ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെടുകയും ഹനുമാൻ സ്വാമിയെ എല്ലാവരും വണങ്ങുകയും ചെയ്തു. അപ്പോൾ സ്വാമി ഇങ്ങനെ അരുളി ചെയ്തു, ഞാൻ കേസരിയുടെ പുത്രനും ശ്രീരാമൻ്റെ ദാസനുമായ ഹനുമാനാണ്. അതോടൊപ്പം ഭഗവാൻ ശങ്കരൻ്റെ ഭക്തനുമാണ്. സകല പ്രശ്നപരിഹാരത്തിനും ഏറ്റവും ഉത്തമമായ വ്രതം അത് ശിവപൂജയാണ്, പ്രത്യേകിച്ച് പ്രദോഷം. ഈ കുട്ടിയുടെ ഭക്തി നിങ്ങൾ മനസ്സിലാക്കുക. ശനിയാഴ്ചയും പ്രദോഷവും ഒന്നിച്ചു വരുന്ന ദിവസം മഹാദേവനായ മഹേശ്വരനെ ഭക്തിയോടുകൂടി പൂജിക്കുക നിമിത്തമാണ് ഈ കുഞ്ഞിന് ഈ സകല ഐശ്വര്യങ്ങളും ലഭിച്ചത്. വളരെയധികം മനഃശുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കുന്നതും കീർത്തി നൽകുന്നതുമായ ശനിപ്രദോഷം അനുഷ്ഠിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി ഹനുമാൻ പറഞ്ഞു വെക്കുന്നു. വ്രതങ്ങളിൽ ശ്രേയസ്കരമാണ് പ്രദോഷം. ആഹാരം വെടിഞ്ഞിട്ടുള്ള പ്രദോഷം വളരെയധികം ഉത്തമമാണ്. ഇത് ശങ്കരൻ തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ഹനുമാൻ പറയുകയാണ്. എന്നിട്ട് വീണ്ടും ഹനുമാൻ പറയുകയാണ്, ഈ പ്രദോഷവ്രതം അനുഷ്ഠിക്കുവാൻ കഴിയാത്തവൻ്റെ ജന്മം തികച്ചും നിഷ്ഫലമാണ്. ഇതേക്കുറിച്ചൊന്നും ഒട്ടും അറിവില്ലാതെയാണ്, വെറും കളിയായിട്ടാണ് ഈ കുഞ്ഞ് ഈ വ്രതം അനുഷ്ഠിച്ചത്. നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഈ വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ദിവസം
മഹാദേവനെ പൂജിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കുഞ്ഞിന് ഇത്രമാത്രം സമ്പൽ സമൃദ്ധി കൈവന്നത്. ഇടയകുലത്തിൽ ജനിച്ച ഇവന്റെ 8ാമത്തെ തലമുറയിൽ നന്ദഗോപൻ എന്ന പേരിൽ ഒരു ഇടയൻ ഉണ്ടാകും. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പുത്രനായി ജഗദീശ്വരനായ നാരായണൻ ഇവിടെ വന്ന് പിറക്കും. അവൻ കംസനെ കൊല്ലുകയും കൗരവരെ നിശേഷം നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഗോപകുമാരന്റെ വംശം പുഷ്ടി പ്രാപിക്കുവാൻ ജഗദീശ്വരനായ പരമശിവൻ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ കുട്ടിയുടെ പേര് ശ്രീകരൻ എന്നാണ്. ഇവന്റെ കീർത്തി നാടെങ്ങും വ്യാപിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് ഹനുമാൻ അപ്രത്യക്ഷനായി. ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന സകലമാന ജനങ്ങളും ആ കുഞ്ഞിൻ്റെ ഭക്തിയോർത്ത്, ആ കുഞ്ഞിൻ്റെ കുലത്തിന് വരാൻ പോകുന്ന ഭാഗ്യമോർത്ത് ആനന്ദിച്ചു. എല്ലാവരും സന്തോഷത്തോടുകൂടി അവരവരുടെ ഗൃഹത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം ശ്രീകരൻ എന്ന ആ കുട്ടി മഹാകാളക്ഷേത്രനാഥനായ കാലകാലനെ സേവിച്ച് വളരെ കാലം ജീവിച്ചു. ചന്ദ്രസേന രാജാവും ശ്രീകരനും ഒന്നിച്ച് മഹേശ്വര പൂജ ചെയ്ത് ആ നാടിന് കീർത്തി സമ്പാദിച്ചു കൊടുത്തു. അതിനുശേഷം രണ്ടുപേരും അവരവരുടെ ജീവിതം ഉപേക്ഷിച്ച് മോക്ഷത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് ശനിപ്രദോഷ വ്രതത്തിൻ്റെ മഹാത്മ്യം. ഇവിടെ ഈ കുട്ടി പൂജ ചെയ്ത ദിവസം അന്ന് ശനിയാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ദിവസമായിരുന്നു. കുട്ടിക്ക് അറിഞ്ഞുകൂടാതെ കളി എന്ന രൂപത്തിലാണ് കുട്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അന്നത്തെ ദിവസം മുഴുവനും ഈ കുട്ടി ആഹാരം കഴിക്കാതെ ഇരുന്ന് കുറേ നേരം പൂജ ചെയ്തു. പിന്നീട് അമ്മ വഴക്കുണ്ടാക്കി. അതിനുശേഷം ഈ കുട്ടി ബോധരഹിതനായി നിലത്ത് വീഴുകയും ചെയ്തു. അങ്ങനെ പകല് മുഴുവൻ ഈ കുട്ടി ഒന്നും കഴിക്കാതെ ഇരുന്നാണ് മഹേശ്വര നാമം ജപിച്ചത്. അങ്ങനെ ആ പ്രദോഷവ്രതം പൂർത്തിയാക്കി. അതിൻ്റെ ഫലമായിട്ടാണ് നിഷ്കളങ്കമായ മനസ്സോടുകൂടി മഹേശ്വരനെ വിളിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ കുട്ടിക്ക് വലിയ സമ്പത്ത് സർവേശ്വരൻ കൊടുത്തത്. ഈ കഥ നമുക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത്? അതായത് നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി മഹേശ്വരനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഹാദേവൻ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി തരും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. നിങ്ങൾ സർവേശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വീട് വേണം, എനിക്ക് അത് വേണം, ഇത് വേണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വളരെ നല്ലതാണ് ഭഗവാനെ അങ്ങ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമേ, എൻ്റെ മനസ്സ് അങ്ങിൽ നിന്നും ഒരിക്കലും പിരിയാതെ ഇരിക്കണമേ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. കാരണം എത്രയെത്ര ആവശ്യങ്ങളാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന് തീരുമ്പോൾ വേറൊരാവശ്യം വരും. പക്ഷേ സർവശക്തനായ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിനാണ് നമുക്ക് മുട്ടുവരുന്നത്? അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകും എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഈശ്വരനെ വിശ്വസിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാകും, ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാതെ വളരെ സുഖകരമായി ആരുടെയും ജീവിതം മുമ്പോട്ട് പോവുകയില്ല. പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ വരും. പക്ഷേ ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതാണ് ഒരു മനുഷ്യൻ്റെ കരുത്ത്. അവിടെ തളർന്നു പോകാതെ എല്ലാ ദുരിതങ്ങളെയും അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ കരുത്ത്. അതാണ് ഭഗവാൻ നമുക്ക് നൽകേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ സഹായം നമ്മൾ ചോദിക്കേണ്ടത്. അർജുനൻ്റെ കൂടെ എന്നും കൃഷ്ണൻ ഉണ്ടായിരുന്നു. കൃഷ്ണൻ പോയപ്പോൾ, അതായത് കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ അർജുനൻ്റെ അസ്ത്രങ്ങൾക്ക് ഒന്നും തന്നെ ഒരു ബലവും ഉണ്ടായിരുന്നില്ല. വെറും ചുള്ളിക്കമ്പുകൾ പോലെയായി. അതായത് ഈശ്വരൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശക്തിയുള്ളൂ. ഈശ്വരൻ ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു ശക്തിയുമില്ല. ഉറച്ചു വിശ്വസിക്കണം. ഭഗവാൻ
നമുക്കൊരു വഴി കാണിച്ചു തരും. ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മുടെ കർമ്മഫലങ്ങളാണ്. അത് നമ്മിലേക്ക് വരിക തന്നെ ചെയ്യും. പക്ഷേ അതിനെ അതിജീവിക്കണം. അതിജീവിക്കേണ്ടത് നേരായ മാർഗത്തിലായിരിക്കണം, ശരിയായ വഴികളിലൂടെ ആയിരിക്കണം. പലപ്പോഴും അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. പലരും തെറ്റുകൾ ചെയ്യുന്നതും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. അതായത് ഒരു വലിയ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുന്നു, വലിയ സാമ്പത്തിക പ്രശ്നമാണ് എന്ന് കരുതുക. പെട്ടെന്ന് നമുക്ക് തോന്നും മറ്റൊരുത്തൻ്റെ മുതല് അത് അപഹരിക്കാം, അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു കാര്യം ചെയ്താൽ അതിലൂടെ നമുക്ക് കുറച്ച് പണം സമ്പാദിക്കാം, താൽക്കാലികമായി നമുക്ക് നമ്മുടെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ളത്. അവിടെ ഈശ്വരനില്ല. നമ്മൾ ആ തെറ്റ് ചെയ്യും, കുറച്ച് കഴിയുമ്പം തീർച്ചയായിട്ടും പിടിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ അന്ന് ആ പ്രശ്നത്തിൽപ്പെട്ട് ഒരുപക്ഷെ നമ്മുടെ വീട് നഷ്ടപ്പെടുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വർണങ്ങൾ നഷ്ടപ്പെടുമായിരിക്കാം, പലതും നഷ്ടപ്പെടുമായിരിക്കാം. പക്ഷേ ആ നഷ്ടമായിരുന്നു വലുത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ശിക്ഷയേക്കാൾ അതായിരുന്നു വലുതെന്ന് ഇപ്പോൾ ശിക്ഷ കിട്ടുമ്പോൾ നമുക്ക് തോന്നും. പക്ഷെ ആ സമയത്ത് നമുക്ക് തോന്നില്ല. തൽക്കാലം രക്ഷപ്പെടാനുള്ള ചില കുതന്ത്രങ്ങൾ നമ്മൾ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്താതെ അതിലേക്ക് നമ്മുടെ മനസ്സും ശ്രദ്ധയും കൊണ്ടുവരാതെ പോകാതെ ഇരിക്കണമെങ്കിൽ എന്തു വേണം? ഈശ്വരൻ്റെ സാന്നിധ്യം വേണം. അതിനു വേണ്ടിയിട്ടാണ് ദിവസവും നാമം ജപിക്കാനായി പറയുന്നത്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സുമൊക്കെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിനായിട്ടാണ് നാമം ജപിക്കാൻ പറയുന്നത്. നാമം ജപിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഭഗവാനോട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ മാർഗം ഭഗവാൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. 100% ഉറപ്പാണ്. തെറ്റ് ചെയ്യുമ്പോൾ അന്നേരം ഒരുപക്ഷെ പിടിക്കപ്പെടില്ലായിരിക്കാം. പക്ഷേ കാലം അത് നമ്മളെ നോക്കിയിരിക്കും. അന്ന് നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു കള്ളനായി നിൽക്കുമ്പോൾ നമ്മൾ മാത്രമല്ല നാണക്കേട് കൊണ്ട് തല കുനിക്കേണ്ടി വരുന്നത്, നമുക്ക് മാത്രമല്ല നാണക്കേടുണ്ടാകുന്നത്, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മുഴുവൻ ആളുകളും, ഇതിലൊന്നും പങ്കുപറ്റാത്ത ആളുകൾ പോലും തല കുനിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയും ചിന്തകളുമൊക്കെ ശരിയായ വഴികളിലേക്ക് പോകുന്നതിനായി ദൈവവിശ്വാസത്തിൽ ജീവിക്കുക, നാമം ജപിക്കുക, ഭഗവാനെ വിശ്വസിക്കുക, സ്നേഹിക്കുക, ഇതുപോലെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.